ഫിഫ ലോകകപ്പിന്റെ പ്രീ ക്വാർട്ടർ മത്സരത്തിൽ നാടകീയമായ സംഭവങ്ങൾക്കൊടുവിലാണ് ക്രൊയേഷ്യയെ തകർത്ത് പോർച്ചുഗൽ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറിയത്. കളിയുടെ അവസാന നിമിഷം വരെ ആവേശം നിറഞ്ഞ പോരാട്ടത്തിൽ പന്തിനുള്ളിലെ അത്യാധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെയാണ് പോർച്ചുഗലിന്റെ വിജയം ഉറപ്പിക്കുന്നത്. മത്സരത്തിൽ ക്രൊയേഷ്യ നേടിയ സമനില ഗോൾ വാർ പരിശോധനയിലൂടെ റദ്ദാക്കുകയായിരുന്നു. ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോൾ നേടാനായില്ല. എന്നാൽ രണ്ടാം പകുതി തുടങ്ങി മിനിറ്റുകൾക്കകം ഇവാൻ പെരിസിച്ചിലൂടെ ക്രൊയേഷ്യയാണ് ആദ്യ ഗോൾ നേടി മുന്നിലെത്തിയത്. എന്നാൽ ക്രൊയേഷ്യയുടെ ആഹ്ലാദം അധികം നേരം നീണ്ടുന്നില്ല. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഈ ലോകകപ്പിലെ തന്റെ മൂന്നാം ഗോളിലൂടെ പോർച്ചുഗലിനെ ഒപ്പം എത്തിച്ചു. തുടർന്ന് മത്സരം അധിക സമയത്തേക്ക്, അത് എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ടു. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയുടെ അവസാന നിമിഷങ്ങളിൽ, അതായത് 103-ാം മിനിറ്റിൽ റാഫേൽ ലിയാവോ നൽകിയ മനോഹരമായ ഒരു ക്രോസ് ഹെഡ് ചെയ്ത് ഗോൺസാലോ റാമോസ് പോർച്ചുഗലിന് ലീഡും സമ്മാനിച്ചു. തോൽവി ഉറപ്പായ സമയത്ത് കളിയുടെ തൊട്ടടുത്ത മിനിറ്റിൽ ക്രൊയേഷ്യൻ ബോക്സിൽ നിന്നും പോർച്ചുഗൽ ബോക്സിലേക്ക് നീണ്ടൊരു പാസ് എത്തി. ക്രൊയേഷ്യൻ താരം മരിയോ പസാലിച്ച് ഈ പന്ത് നെഞ്ചുകൊണ്ട് നിയന്ത്രിച്ച് സഹതാരം ജോസ്കോ ഗ്വാഡിയോളിന് നൽകി. ഗ്വാഡിയോൾ പന്ത് പോർച്ചുഗൽ വലയിലാക്കുകയും ചെയ്തു. തങ്ങൾ അവസാന നിമിഷം സമനില പിടിച്ചെന്ന ആഹ്ലാദത്തിൽ ക്രൊയേഷ്യൻ താരങ്ങളും ആരാധകരും ആഘോഷം തുടങ്ങി. എന്നാൽ കളിയിൽ നിർണായകമായത് വാർ പരിശോധനയായിരുന്നു. പോർച്ചുഗൽ താരം റെനാറ്റോ വേഗയുടെ ശരീരത്തിൽ തട്ടിയാണ് പന്ത് പാസാലിച്ചിലേക്ക് എത്തിയതെന്നാണ് ആദ്യം എല്ലാവരും കരുതിയത്. അങ്ങനെയാണെങ്കിൽ അത് ഓഫ് സൈഡ് ആകില്ലായിരുന്നു. എന്നാൽ റെഫറിമാർ നടത്തിയ സൂക്ഷ്മമായ പരിശോധനയിൽ മറ്റൊരു സത്യം പുറത്തു വന്നു. പന്ത് വേഗയിലേക്ക് എത്തുന്നതിന് തൊട്ടു മുൻപ് ക്രൊയേഷ്യയുടെ ഫോർവേഡ് താരം ഇഗോ മറ്റാനോവിച്ചിന്റെ തലയിൽ പന്ത് നേരിയ രീതിയിൽ ഉരസിയിരുന്നു. മറ്റാനോവിച്ച് പന്തിൽ തൊടുന്ന ആ കൃത്യം സമയത്ത് പാസാലിച്ച് ഓഫ് സൈഡ് പൊസിഷനിലായിരുന്നു. ഇതോടെ ക്രൊയേഷ്യയുടെ സമനില ഗോൾ റഫറി റദ്ദാക്കി. ഔദ്യോഗിക മാച്ച് ബോളായ അഡിഡാസ് ട്രയോന്റയ്ക്കുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള പ്രത്യേക IMU സെൻസറുകളാണ് മറ്റാനോവിച്ചിന്റെ ഈ നേരിയ സ്പർശനം കണ്ടെത്തിയത്. പന്തിലുണ്ടാകുന്ന ഏറ്റവും ചെറിയ ചലനം പോലും കൃത്യമായി രേഖപ്പെടുത്തുന്ന ഈ സാങ്കേതിക വിദ്യ, ദാറ്റ് ഈസ് കണക്റ്റഡ് ബാൾ ടെക്നോളജി വഴി ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് റഫറിക്ക് കൃത്യമായി തീരുമാനമെടുക്കാൻ സാധിച്ചതെന്ന് ഫിഫ മീഡിയ പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി. TV ലൈവിൽ പ്രേക്ഷകർക്ക് ഇത് ഹൃദയമിടിപ്പിന്റെ ഗ്രാഫിക്സ് രൂപത്തിൽ കാണാനും സാധിക്കുമായിരുന്നു. അതേസമയം ഫിഫയുടെ ഈ തീരുമാനത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. റീപ്ലേകളിൽ കാണിച്ച ദൂരക്കാഴ്ചകളിൽ ക്രൊയേഷ്യൻ താരം പന്തിൽ തൊട്ടതായി വ്യക്തമല്ലെന്നും ഫിഫ മനഃപൂർവ്വം വീഡിയോകൾ ഇന്റർനെറ്റിൽ നിന്നും നീക്കം ചെയ്യുകയാണെന്നും കാണിച്ച ചില ആരാധകരും രംഗത്തെത്തി. മത്സരം പോർച്ചുഗലിന് അനുകൂലമാക്കാൻ തിരിമറി നടത്തിയെന്നാണ് ഇവരുടെയൊക്കെ ആരോപണം. എന്തായാലും കടുത്ത പോരാട്ടത്തിനൊടുവിൽ 1-നെതിരെ 2 ഗോളുകൾക്ക് ക്രൊയേഷ്യ മറികടന്ന് പോർച്ചുഗൽ തങ്ങളുടെ ലോകകപ്പ് സ്വപ്നങ്ങളുമായി മുന്നോട്ട് കുതിക്കുകയാണ്. ക്രൊയേഷ്യൻ ആരാധകരൊക്കെ തന്നെയും വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ ഗോളിനെ കണ്ടിരുന്നത്. ആ ഗോൾ റഫറിമാർ റദ്ദാക്കിയതോടെ തുടർന്നാണ് വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഫിഫ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്.